ഹലോ ഹായ്. പുതിയ വീടൊക്കെ വെക്കുന്ന ആളുകൾ കൂടുതൽ ആളുകൾ നമ്മുടെ റൂമിന് ഭംഗി കൂട്ടാൻ വേണ്ടി പല കളറിലുള്ള പെയിൻറ്റ് ചെയ്തല്ലേ ഉപയോഗിക്കാറ്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിക്കൊണ്ട് നമുക്ക് സ്വപ്ന തുല്യമായിട്ടൊരു ആംബിയൻസ് റൂമിലേക്ക് എത്തിക്കാൻ പറ്റുന്നൊരു കാര്യമാണ് വാൾപേപ്പർ ഒട്ടിക്കുന്ന വഴി നമുക്ക് ലഭ്യമാകുന്നത്. അപ്പോൾ പല ആംബിയൻസിലുള്ള വാൾപേപ്പറുകൾ ഇന്ന് ലഭ്യമാണ് കേട്ടോ. അപ്പോൾ പെയിൻറ്റിങ്ങിനെ അപേക്ഷിച്ചിട്ട് വാൾപേപ്പർ ലാഭകരമാണ്. അതോടൊപ്പം തന്നെ പെയിൻറ്റിങ്ങിന് എടുക്കുന്ന സമയമൊന്നും വാൾപേപ്പർ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് വരുന്നില്ല. വീട്ടമ്മമാർക്ക് പോലും ചെറുതായിട്ട് ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഒട്ടിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇത് ഒട്ടിക്കുന്ന വീഡിയോസൊക്കെ പല വീഡിയോസ് നമുക്ക് യൂട്യൂബിൽ നിന്ന് ലഭ്യമാണ്. അപ്പോൾ നമുക്ക് ഇത് പറയാനുള്ളൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീടിൻ്റെ ലിവിങ് ഏരിയയിൽ പെയിൻറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള വാൾപേപ്പറാണ് ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ വാൾപേപ്പറിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നമ്മൾ വാൾപേപ്പറിൻ്റെ ഒരു സൈറ്റ് ഈ വീഡിയോയുടെ ഇടത്തെ ഭാഗത്തുള്ള ടാഗിങ് ബട്ടണിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ സൈറ്റിലേക്ക് പോയിട്ട് അത് കണ്ട് മനസ്സിലാക്കാനും പിന്നെ വാങ്ങാനുള്ള തീരുമാനമൊക്കെ അതിൽ നിന്ന് എടുക്കാൻ വേണ്ടി സാധിക്കും. നമുക്കിനി ഈ വീടിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ വീട്ടുകാർ ഈ വീട് നിർമ്മാണത്തിന് ആദ്യഘട്ടത്തിൽ 950 സ്ക്വയർ ഫീറ്റ് നിർമ്മാണം പൂർത്തീകരിക്കണമെന്നായിരുന്നു തീരുമാനം എടുത്തിരുന്നത്. അതിനുശേഷം നിർമ്മാണം പുരോഗമിച്ച് വന്ന സമയത്ത് കിച്ചൻ്റെ അടുത്തായിട്ടൊരു വർക്ക് ഏരിയയും കൂടെ അഡീഷണലായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി തീരുമാനിക്കുകയായിരുന്നു. അപ്പോൾ അതും കൂടെ ചെയ്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേന് ഏകദേശം 1010 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് നിർമ്മാണം പൂർത്തീകരിച്ചത്. അപ്പോൾ ഇതിൻ്റെ വാതിൽ തൊട്ട് കിച്ചൺ വരെ വ്യത്യസ്തമായിട്ടുള്ള ഡിസൈനിങ്ങിലും ഇന്ത്യയിൽ ഉൾപ്പെടെയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഡിസൈനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് കണ്ടംപററി സ്റ്റൈലാണ് ഇത് ഡിസൈൻ ചെയ്ത് നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത്. പെയിൻറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് ടെക്സ്റ്റർ വർക്കുകളൊക്കെ നൽകി വളരെ ഭംഗിയാക്കിയിട്ടുണ്ട്. ചെറിയ കുടുംബങ്ങൾക്കൊക്കെ അനുയോജ്യമായിട്ടുള്ള ഒരു അടിപൊളി മോഡേൺ ബഡ്ജറ്റ് ഹോം തന്നെ ഇതിന് പറയാൻ പറ്റും. അപ്പോൾ നമുക്കിനി വീടിൻ്റെ ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാം കേട്ടോ. നമ്മളിതിൻ്റെ സിറ്റൗട്ടിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിറ്റൗട്ട് 4 സ്റ്റെപ്പോട് കൂടിയിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ സ്റ്റെപ്പിൻ്റെ 2 ഭാഗത്തായിട്ട് നാച്ചുറൽ ഗ്രാസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ സിറ്റൗട്ടിൻ്റെ ഫ്ലോറിൽ ഉപയോഗിച്ചിരിക്കുന്നത് 4x2 ഗ്ലോസ് ടൈപ്പ് ജോൺസിൻ്റെ ടൈലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 2 ഭാഗത്തായിട്ടുള്ള തൂണുകളുടെ ടെക്സ്ചർ വർക്കുകൾ നൽകി വളരെ ഭംഗിയായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സിറ്റൗട്ടിൽ നമ്മൾ കാണുന്ന വലിയ ഈ ജനൽ പ്ലാവിൻ്റെ തടിയിലാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. അതിൻ്റെ അഴികൾ സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പെയിൻറ്റിൻ്റെ അങ്ങനെയുള്ളൊരു ഭാവിയിലേക്കൊരു മെയിൻ്റനൻസിൻ്റെ ഒരു ഭാഗം വരുന്നില്ല. പിന്നെ ഇതിൻ്റെ മെയിൻ ഡോറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ മെയിൻ ഡോർ മാഞ്ചിയോ എന്ന് പറയുന്ന തടിയിലാണ് ചെയ്തിരിക്കുന്നത്. അതും വളരെ വ്യത്യസ്തമായിട്ട് ഇതിൻ്റെ ഹാൻഡിൽ ഉൾപ്പെടെ തടിയിൽ തന്നെയാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. 2 രീതി അനുസരിച്ചുള്ള പെയിൻറ്റിങ് നൽകി വളരെ ഭംഗിയാക്കിയിട്ടുണ്ട് ഇതിൻ്റെ മെയിൻ ഡോർ. ഇനി നമുക്കിതിൻ്റെ മെയിൻ ലീവിങ് ഏരിയ കാണാം. ഈ ലീവിങ് ഏരിയ 9x8 സൈസിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ തറയിൽ ഉപയോഗിച്ചിരിക്കുന്നത് ജോൺസൻ്റെ 4x2 ഗ്ലോസി ടൈപ്പ് ടൈല് അപ്പോക്സി ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സിറ്റൗട്ടിൽ നിന്ന് കാണുന്ന ആ 2 പാളി ജനാല, അതോടൊപ്പം തന്നെ ഇതിൻ്റെ മറുവശത്തെ ഭിത്തിയിൽ 2 ഭാഗത്തായിട്ട് 2 പാളിയുടെ ജനാലയും നൽകിയിട്ടുണ്ട്. അപ്പോൾ ധാരാളം പ്രകാശം ലഭ്യമാകുന്ന രീതിയിലാണ് ഇങ്ങനെ ജനാലകൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. അതിൻ്റെ മറുവശത്തെ ഭിത്തിയിൽ ഇവിടെയായിട്ടാണ് TV യൂണിറ്റ് വരുന്നത്. അപ്പോൾ ഈ TV യൂണിറ്റിൻ്റെ ബോക്സ് താഴെ ചെയ്തിരിക്കുന്നത് ഇത് ജിപ്സത്തിലാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ വുഡ് ആൻഡ് ഫിനിഷിൻ്റെ പെയിൻറ്റിങ് നൽകിയിട്ടുണ്ട്. ഒപ്പം ഈ TV യൂണിറ്റ് ഇരിക്കുന്ന ഈ ഭിത്തിയിൽ പെയിൻറ്റിൻ്റെ പകരമായിട്ട് വാൾ പേപ്പറാണ് നൽകിയിരിക്കുന്നത്. അതിൻ്റെ ബോർഡർ ഏരിയയിൽ ജിപ്സത്തിൽ വുഡ് ആൻഡ് ഫിനിഷിങ് പെയിൻറ്റിങ് നൽകി അതൊരു ഭംഗിയാക്കിയിട്ടുണ്ട്. ഒപ്പം രൂപക്കൂടിൻ്റെ ഭാഗം ഈ വശത്തായിട്ട് വന്നിട്ടുള്ളത് അതും ജിപ്സത്തിലാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ താഴ്ഭാഗത്തുള്ള ഒരു ബോക്സ് മാത്രം വൈറ്റ് കളറിലും ബാക്കിയുള്ള ഭാഗം ഇങ്ങനെ വുഡ് ആൻഡ് ഫിനിഷിനും കൊടുത്തിട്ട് വളരെ ഭംഗിയാക്കിയിട്ടുണ്ട്. 1 വാട്ടിൻ്റെ ലൈറ്റുകളും LED ലൈറ്റുകളും നൽകിയിട്ടുണ്ട്. ഈ ലിവിങ് ഏരിയ ജിപ്സം സീലിംഗ് ചെയ്തിട്ടുണ്ട് റൂമിൽ. അതുപോലെ 6 വാട്ടിൻ്റെ വൈറ്റ് കളർ പാനൽ ലൈറ്റുകളും സ്ട്രിപ്പ് ലൈറ്റുകളും നൽകിയിട്ടുണ്ട്. ഒപ്പം ഈ ലിവിങ് ഏരിയയിൽ നിന്ന് ഡൈനിങ് ഏരിയയിലേക്ക് കടക്കുന്ന ഭാഗത്ത് ഒരു പാർട്ടീഷൻ നൽകിയിട്ടുണ്ട്. ഇത് മറൈൻ പ്ലൈവുഡിൽ മയക്കി ഒട്ടിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അത് വളരെ ഭംഗിയായിട്ടുണ്ട്. ശരിക്കും ഒരു മോഡേൺ വീടിൻ്റെ എല്ലാ ഭാവങ്ങളും പരമാവധി ഉൾക്കൊള്ളിച്ചിട്ടാണ് ഈ ലിവിങ് ഏരിയ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ ഡൈനിങ് ഏരിയ കാണാം. നമ്മൾ മെയിൻ ലിവിങ് ഏരിയയിൽ നിന്ന് ഡൈനിങ് ഏരിയയിലേക്ക് കടക്കുമ്പോൾ ആദ്യം കാണുന്നത് മുകളിലേക്കുള്ള സ്റ്റെയർ കേസിൻ്റെ താഴ്ഭാഗത്തായിട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസ് സ്ട്രിപ്പ് ലൈറ്റൊക്കെ കൊടുത്ത് വളരെ ഭംഗിയാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സ്റ്റെയർ കേസിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഫ്രണ്ടിൽ നിന്ന് കാണുന്ന 2 പാളിയുടെ ജനാല നൽകിയിട്ടുണ്ട്. പ്രകാശമൊക്കെ നന്നായിട്ട് ലഭ്യമാകുന്ന രീതി അനുസരിച്ചിട്ട് ഇത് ഡിസൈനിങ്ങിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു ഡൈനിങ് ഏരിയ നന്നായിട്ട് വലിപ്പം നമുക്ക് ഫീൽ ചെയ്യും. അത്തരത്തിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഫ്ലോറിൽ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മുടെ ലിവിങ് ഏരിയയിലെ പോലെ തന്നെ ഗ്ലോസി ടൈപ്പ് ജോൺസൻ്റെ ടൈലാണ് 6x4. അതോടൊപ്പം തന്നെ അത് അപ്പോക്സി ചെയ്തിട്ടുണ്ട്.
ഈ ഡൈനിങ് ഏരിയയിൽ വലത്തെ ഭാഗത്തായിട്ട് കോമൺ ആയിട്ടൊരു വാഷ് ഏരിയ നൽകിയിട്ടുണ്ട്. അപ്പോൾ വാഷ് ഏരിയയിൽ വാൾ ടൈല് നൽകിയിട്ടുണ്ട്. ടോപ്പിൽ ചെയ്തിരിക്കുന്നത് ഗ്രാനൈറ്റും എൻ്റെ താഴ്ഭാഗത്തായിട്ട് അലുമിനിയം ഫാബ്രിക്കേഷനിൽ ഒരു ബോക്സും നൽകിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ വാഷ് ഏരിയയുടെ മുകൾ ഭാഗത്തായിട്ട് പർഗോള നൽകിയിട്ടുണ്ട്. അത് വളരെയധികം ഉപകാരപ്പെടുന്നുണ്ട്. കാരണം വെച്ചാൽ കറണ്ട് ഇല്ലെങ്കിൽ പോലും നന്നായിട്ട് പ്രകാശം ഈ ഭാഗത്ത് ലഭ്യമാകുന്ന രീതിയിലാണ് ഇവിടെ ഈ പർഗോള ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഏരിയയിലും ജിപ്സം സീലിംഗ് നൽകിയിട്ടുണ്ട്. 1 വാട്ടിൻ്റെ ലൈറ്റുകളാണ് അതിൽ നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഡിസൈനിൻ്റെ ഭാഗമായിട്ട് ഡൈനിങ് ഏരിയയ്ക്ക് കുറച്ചും കൂടെ മോടി കൂട്ടുന്നതിന് വേണ്ടിയിട്ട് വലത്തെ ഭാഗത്തായിട്ട് സ്ക്വയർ പൈപ്പിൽ ചെടികളൊക്കെ വെച്ച് അലങ്കരിച്ചിട്ടുണ്ട്. അതിന് 1 വാട്ടിൻ്റെ ലൈറ്റാണ് നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ വീട് മുകളിലേക്ക് ഭാവിയിൽ പണിയാൻ പറ്റുന്ന രീതിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ മുകളിലേക്കുള്ള സ്റ്റെയർ കേസിൽ വീഞ്ഞ തടിയുടെ പലക ഉപയോഗിച്ചാണ് ഈ സ്റ്റെപ്പുകൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. സ്റ്റീലിൻ്റെ സ്ക്വയർ പൈപ്പിലാണ് അത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഭാവിയിലേക്ക് ഇവർക്ക് മുകളിലൊരു സ്റ്റെയർ റൂം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഭാവിയിലേക്ക് ഇവർക്ക് മുകളിലേക്ക് പണിയാനും സാധിക്കും. ഈ വീടിന് 2 ബെഡ്റൂമായിട്ടാണ് ഉള്ളത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മാസ്റ്റർ ബെഡ്റൂം. ഈ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ഡോറ് റെഡിമെയ്ഡ് ഡോറായിട്ടോ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് 14:10 സൈസിലാണ് ഈ ബെഡ്റൂം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ തറയിൽ ഉപയോഗിച്ചിരിക്കുന്നത് 2x2 വെറ്റിഫൈഡ് ടൈലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 2 ഭാഗത്തായിട്ട് ഒരു ഭാഗത്ത് 3 പാളിയുടെ ജനലും മറ്റേ വശത്ത് 2 പാളിയുടെ ജനലുമാണ് ഇതിന് നൽകിയിരിക്കുന്നത്. ഇത് ബാത്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു റൂമാട്ടോ. അപ്പോൾ ഇതിന് ബാത്റൂമിന് കൊടുത്തിരിക്കുന്നത് സ്കിൻ ഡോറാണ് കൊടുത്തിരിക്കുന്നത്. ബാത്റൂമിൽ ഗ്രിപ്പ് ടൈപ്പ് ടൈലാണ് ഫ്ലോറിൽ ഉപയോഗിച്ചിരിക്കുന്നത്. വാൾ ടൈലുകളും കൊടുത്തിട്ടുണ്ട്. എല്ലാ ഫിറ്റിങ്സും ഉൾപ്പെടെയാണ് ചെയ്തിരിക്കുന്നത്. ഷവർ ഉൾപ്പെടെ വാഷ് ബേസിൻ ഉൾപ്പെടെ എല്ലാ ഫിറ്റിങ്ങോടും കൂടിയിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ. ഡൈനിങ് ഏരിയയുടെ വലത്തെ ഭാഗത്തായിട്ടാണ് 2ാമത്തെ ബെഡ്റൂം വരുന്നത്. അപ്പോൾ ഈ ബെഡ്റൂമിനും അതുപോലെ തന്നെ ഡൈനിങ് ഏരിയയ്ക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതി അനുസരിച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഒരു കോമൺ ആയിട്ടൊരു ബാത്റൂം നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡോറ് ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. ഇനി നമുക്ക് 2ാമത്തെ ബെഡ്റൂം കാണാം. ആദ്യത്തെ ബെഡ്റൂമിൻ്റെ പോലെ തന്നെ റെഡിമെയ്ഡ് ഡോറാണ് ഈ ബെഡ്റൂമിന് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ബെഡ്റൂമിൻ്റെ അളവെന്ന് പറയുന്നത് 10:8 സൈസിലാണ് ഇതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത്. തറയിൽ ഉപയോഗിച്ചിരിക്കുന്ന 2x2 വെറ്റിഫൈഡ് ടൈലാണ്. ഇതിൻ്റെ ഇടത്തെ ഭാഗത്തായിട്ട് 3 പാളിയുടെ ഒരു വിൻഡോ നൽകിയിട്ടുണ്ട്. വലത്തെ ഭാഗത്തായിട്ട് 2 വശങ്ങളിലായിട്ട് 2 സിംഗിൾ ഡോർ വിൻഡോ ആണ് നൽകിയിരിക്കുന്നത്. ഇത് ബാത്റൂം അറ്റാച്ച്ഡ് അല്ലാട്ടോ ഇതിൻ്റെ ഈ ബെഡ്റൂം. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ കിച്ചൺ കാണാം. അപ്പോൾ ഈ ഡൈനിങ് ഏരിയയ്ക്ക് ഇത്ര വിശാലമായിട്ടൊരു ഫീല് നമുക്ക് കിട്ടാൻ ഉള്ളതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ വീടിൻ്റെ ഓപ്പൺ ആയിട്ടുള്ള ഈ കിച്ചൺ തന്നെയാണ്. ഇതാണ് നമ്മുടെ കിച്ചൺ. അപ്പോൾ കിച്ചണിൽ 3 പാളിയുടെ വിൻഡോ നൽകിയിട്ടുണ്ട്. ഒപ്പം കബോർഡുകൾ നൽകിയിട്ടുണ്ട്. ഈ കബോർഡുകൾ ACPയിലാണ് ചെയ്തിരിക്കുന്നത്. വാൾ ടൈലുകൾ നൽകിയിട്ടുണ്ട്. അതിന് കിച്ചൻ്റെ ടോപ്പ് വന്നിരിക്കുന്നത് ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന് വാഷ് ഏരിയ നൽകിയിട്ടുണ്ട്. അത്യാവശ്യം പവർ പോയിന്റുകൾ എല്ലാ ഭാഗത്തായിട്ടും നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ താഴ്ഭാഗത്തായിട്ടും കബോർഡുകൾ നൽകിയിട്ടുണ്ട്. അതും ACP തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഫ്ലോർ ഉപയോഗിച്ചിരിക്കുന്നത് 2x2 മാറ്റ് ഫിനിഷ് ടൈലുകളാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ കിച്ചൻ്റെ നമ്മുടെ കോമൺ ആയിട്ടുള്ള വാഷ് ഏരിയയോട് ചേർന്നിട്ട് തന്നെ ജനലിന് പകരമായിട്ടല്ലേ പർഗോളയൊക്കെ സാധാരണ കണ്ടുവരുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത്തരത്തിൽ സ്ക്വയർ പൈപ്പിൽ തന്നെ ഒരു വ്യത്യസ്തമായിട്ട് ഭംഗിയോട് കൂടിയിട്ട് ഒരു വിൻഡോ ഏരിയ നൽകിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വർക്ക് ഏരിയ പ്ലസ് 2ാമത്തെ കിച്ചനാണ്. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോഴത്തേനും നമുക്ക് ആലു അടുപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഫയർ കിച്ചന് വേണ്ടിയിട്ട്. തൊട്ടപ്പുറത്തായിട്ടൊരു വാഷ് ഏരിയ നൽകിയിട്ടുണ്ട്. പിന്നെ ഇത് ശരിക്കും ഇത് ആദ്യത്തെ തീരുമാനത്തിൽ ഇത്തരത്തിലൊരു വർക്ക് ഏരിയ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിന് ശേഷമാണ് ഇത്തരത്തിൽ ഒരു വർക്ക് ഏരിയ വേണമെന്നൊരു ആവശ്യം മുന്നോട്ട് വന്നതും അങ്ങനെ ഈ വർക്ക് ഏരിയ ചെയ്തു. അപ്പോൾ ഇതിന് ഗ്രില്ലാണ് നൽകിയിരിക്കുന്നത്. അതിൻ്റെ ടോപ്പിൽ അലുമിനിയം റൂഫിംഗ് ഷീറ്റ് നൽകി അങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ താഴ്ഭാഗത്ത് ഗ്രിപ്പ് ടൈപ്പ് നമ്മുടെ ആദ്യത്തെ കിച്ചണിലെ പോലെ തന്നെ ഗ്രിപ്പ് ടൈപ്പ് ടൈലാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. അങ്ങനെ നല്ലൊരു വർക്ക് ഏരിയ ഇതിനോട് ചേർന്ന് തന്നെ ഇവർക്ക് ചെയ്തെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ വീടിൻ്റെ വിശേഷങ്ങൾ. റേറ്റ് പറഞ്ഞില്ല. ഇത് 1010 സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഈ വീട്. ഇത് ഏകദേശം നിർമ്മിക്കാനെടുത്ത സമയം എന്ന് പറയുന്നത് 6 മാസം സമയം എടുത്തുകൊണ്ടാണ് നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത്. ഇവർക്കാകെ ഇത്തരത്തിൽ വീട് നിർമ്മിക്കാൻ വേണ്ടി ചിലവ് വന്ന തുകയെന്ന് പറയുന്നത് വെറും 18.5 ലക്ഷം രൂപ മാത്രമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ വീടിൻ്റെ വിശേഷങ്ങൾ. എന്തായാലും മറ്റു വീടിൻ്റെ വിശേഷമായിട്ട് വീണ്ടും കാണാതെ വരയ്ക്കും. ബൈ ബൈ.